ശബരിമലയിലെ ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന 4 കിലോ സ്വർണം നഷ്ടമായ വിഷയത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന എൻ വാസു, എ പത്മകുമാർ എന്നിവർ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് വിവാദത്തിന്റെ ഗതി തിരിച്ചുവിട്ടിരിക്കുകയാണ് ബി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് സ്വർണം കടത്തിയതിനു പിന്നിലെ വിവാദങ്ങളിൽ പുതിയ ആരോപണവുമായി രംഗത്തെത്തിയത്. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പാക്കി മാറ്റിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന്റെ ഇടനിലക്കാരൻ മാത്രമാണെന്നുമാണ് ബി ആരോപിക്കുന്ന കാര്യം. ആർക്കു വേണ്ടിയാണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയ തീരുമാനമെടുത്തത്? എന്തായിരുന്നു കാരണം? എന്തുകൊണ്ട് ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല? ഈ 3 ചോദ്യങ്ങൾക്കുള്ള അന്വേഷണമായിരിക്കും സ്വർണ്ണ തട്ടിപ്പിന്റെ ചുരുളഴിക്കുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, അംഗങ്ങളായ കെ പി സ്കന്ദദാസ്, കെ എസ് രവി, അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ എസ് വാസു എന്നിവർ ഒന്നുചേർന്നെടുത്ത തീരുമാനമാണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയതെന്നാണ് ബി ആരോപണം. 2017 നവംബർ മുതൽ 2019 നവംബർ വരെ പത്മകുമാർ ആയിരുന്നു ബോർഡ് പ്രസിഡന്റ്. പത്മകുമാറിനൊപ്പം കമ്മീഷണർ ആയിരുന്നത് എൻ വാസുവും. ദേവസ്വം ബോർഡ് നിയമവും ചട്ടവും അനുസരിച്ചാണ് ഭരണം നടക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ട കമ്മീഷനാണ് കമ്മീഷണർ. ആ കമ്മീഷണറാണ് നിയമവും ചട്ടവും മറികടന്നുകൊണ്ട് സ്വർണത്തെ ചെമ്പാക്കി മാറ്റാൻ ഒത്താശ ചെയ്തത്. പത്മകുമാറിന് പിന്നാലെ എൻ വാസു പ്രസിഡന്റായി വന്നു. അതോടെ സ്വർണം ചെമ്പായി മാറിയ കാര്യം തമസ്കരിക്കപ്പെട്ടു. ഇതിനിടയിൽ പട്ടികജാതി പ്രതിനിധിയായി PD സന്തോഷ് കുമാർ അംഗമായി നിയമിക്കപ്പെട്ടിരുന്നു. പത്മകുമാറിന്റെ കൂടെ അംഗങ്ങളായിരുന്ന കെ എസ് രവിയും സന്തോഷ് കുമാറും വാസുവിന്റെ കൂടെയും അംഗങ്ങളായി തുടർന്നിരുന്നു. ദേവസ്വം ഭരണമെന്നും CPM-ഉം CPI-യും പങ്കുവെച്ചെടുക്കാറാണ് പതിവ്. അതുകൊണ്ട് CPM നേതൃത്വത്തോടൊപ്പം CPI നേതൃത്വവും സ്വർണം ചെമ്പാക്കി മാറ്റിയതിനെ കുറിച്ച് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് BJP പറയുന്നത്. തെരഞ്ഞെടുപ്പല്ലേ, കൊട്ടാൻ കിട്ടിയ അവസരം BJP മുതലെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വർണം ചെമ്പാക്കി മാറ്റിയത് ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു എന്നേ കരുതാൻ കഴിയൂ. രാഷ്ട്രീയ തീരുമാനമില്ലാതെ വിജയ് മല്യ ഭഗവാന് സമർപ്പിച്ച സ്വർണത്തെ ചെമ്പാക്കി മാറ്റാൻ ഒരു പത്മകുമാറിനും കഴിയില്ല. സ്വർണത്തെ ചെമ്പാക്കി മാറ്റാൻ കൂട്ടുനിന്നതിന് കമ്മീഷണറായിരുന്ന എൻ വാസുവിന് ലഭിച്ച പാരിതോഷികമായിരുന്നു പ്രസിഡന്റ് പദവി. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് കരുതാനും കഴിയില്ല. ഇക്കാര്യത്തിൽ ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നുണ്ട്. എന്നാൽ തീരുമാനമെടുത്തത് ബോർഡായതുകൊണ്ട് പ്രസിഡന്റും അംഗങ്ങളും ഇക്കാര്യത്തിൽ നിഷ്കളങ്കരായിരുന്നു എന്ന് കരുതാൻ കഴിയില്ല. കാരണം ഉദ്യോഗസ്ഥരെ കൊണ്ട് നിയമവും ചട്ടവും അനുസരിച്ച് ജോലി ചെയ്യിപ്പിക്കേണ്ട ബാധ്യത ബോർഡിൽ നിക്ഷിപ്തമാണ്. സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയത് ഉദ്യോഗസ്ഥരാണ് എന്ന് സമ്മതിച്ചാലും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ടാണ് ബോർഡ് നടപടിയെടുക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് അവർ തന്നെ ഉത്തരം പറയുക തന്നെ വേണമെന്നും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആവശ്യപ്പെടുന്നുണ്ട്. യുവതീ പ്രവേശന ഉത്തരവ് വന്നതിന് പിന്നാലെ ആചാര സംരക്ഷണ റാലികൾ നടത്തിയതിന് ആയിരക്കണക്കിന് കേസുകളിൽ പ്രതിയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പിൽ ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമാണെന്നതിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ശബരിമലയിൽ നിന്ന് 2019 സ്വർണം പൂശാൻ തങ്ങളുടെ സ്ഥാപനത്തിൽ എത്തിച്ചത് ദ്വാരപാലക ശില്പത്തിന്റെ പുതിയ ചെമ്പുപാളികളാണെന്ന് ചെന്നൈയിലെ ഫാക്ടറിയായ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ അഡ്വക്കേറ്റ് KB പ്രദീപ് വെളിപ്പെടുത്തിയതോടെ സ്വർണ്ണ തട്ടിപ്പിന്റെ ദിശ മാറുകയാണ്. 1999 ദ്വാരപാലക ശില്പങ്ങൾ വ്യവസായി വിജയ് മല്യയുടെ ചെലവിൽ ചെമ്പുപാളികളിൽ നേർത്ത സ്വർണ്ണ തകിടുകൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു. ഈ സ്വർണം അപ്പാടെ മാറ്റിയതായാണ് പ്രദീപിന്റെ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നത്. തങ്ങളുടെ സ്ഥാപനത്തിൽ പണി ചെയ്യാത്തതൊന്നും അറ്റകുറ്റപ്പണികൾക്ക് സ്വീകരിക്കാറില്ലെന്നും പുതിയ ചെമ്പുപാളികൾ കൊണ്ടു തന്നത് കൊണ്ടാണ് സ്വർണം പൂശി നൽകിയതെന്നും പ്രദീപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2019 ശില്പത്തിന്റെ പാളികൾ ഇളക്കിയെടുത്ത് 39 ദിവസത്തിനു ശേഷമാണ് ചെന്നൈയിലെ സ്ഥാപനത്തിലെത്തിച്ചത്. പൊതിഞ്ഞ സ്വർണം അപ്രത്യക്ഷമായതിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ടെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. ശില്പത്തിന്റെ പാളികൾ ഇളക്കിയെടുത്ത് മാറ്റിയ ശേഷം പുതിയ ചെമ്പുപാളി നൽകി സ്വർണം പൂശി വാങ്ങുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. 2021 ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശിയ പീഠത്തിന്റെ നിറം വാങ്ങുകയും കേടുപാട് സംഭവിക്കുകയും ചെയ്തു. മറ്റൊരു പീഠം നിർമ്മിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തെത്തിച്ച് സമർപ്പിച്ചു. ഈ പീഠത്തിന് വലിപ്പം കൂടുതലായതിനാൽ അന്ന് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയെന്നാണ് അക്കാലത്തെ ദേവസ്വം പ്രസിഡന്റായ എ പത്മകുമാർ പറഞ്ഞത്. 2023 ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശിയ പാളികൾക്ക് നിറം മങ്ങിയതും കേടുപാടുകൾ സംഭവിച്ചതും ചൂണ്ടിക്കാട്ടി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കത്തു നൽകി. 2024 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശി നൽകാമെന്ന ഇമെയിൽ സന്ദേശത്തിലൂടെ ദേവസ്വം ബോർഡിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ 2025 സെപ്റ്റംബർ 7-ന് ദാരുശില്പത്തിലെ പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈയിലെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി.
ശബരിമല ശ്രീകോവിലിന് സമീപമുള്ള ദ്വാരപാലക ശില്പത്തിൽ 1999 തന്നെ സ്വർണം പൊതിഞ്ഞതിന് തെളിവുണ്ട്. ഇത് സംബന്ധിച്ച് മഹ്സറോ രജിസ്ട്രോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അന്ന് സ്വർണം പൊതിയ നേതൃത്വം നൽകണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ്, ദേവസ്വം മരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും ദേവസ്വം വിജിലൻസിനും നൽകിയ കത്ത് ഇപ്പോഴും രേഖയായുണ്ട്. അഴിച്ചെടുത്ത പാളികൾ സ്വർണം പൂശി തിരികെ എത്തിച്ചപ്പോൾ 4 കിലോ തൂക്കം കുറയുകയും ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിന് മതിയായ രേഖകളില്ല. ചുരുക്കത്തിൽ ദേവസ്വം അധികൃതരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്നുള്ള വമ്പൻ കൊള്ളയടിയാണ് ശബരിമലയിൽ നടന്നതെന്ന കാര്യം വ്യക്തമാണ്. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും ഇപ്പോഴും അന്വേഷണം ദേവസ്വം വിജിലൻസിന് തന്നെയാണ്. അന്വേഷണം ഇതുവരെ ക്രൈംബ്രാഞ്ചിനോ മറ്റേതെങ്കിലും ഏജൻസികളോ കൈമാറിയിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിലൂടെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾക്കിടയിൽ ലഭിച്ചെന്ന് CPM കരുതുന്ന സ്വീകാര്യത ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പ് വിവാദത്തിലൂടെ കൈമോശമാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ സർക്കാരിനുള്ളത്. അവസരം മുതലെടുത്ത് കോൺഗ്രസ് ഈ വിഷയം സജീവ ചർച്ചയാക്കി മാറ്റാൻ തീരുമാനിച്ചതോടെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച സമുദായ നേതൃത്വങ്ങളും വിഷമസ്ഥിതിയിലായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പ് വിവാദം സജീവ ചർച്ചയാക്കി വിശ്വാസികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ SNDP യോഗം പിന്തുണയ്ക്കുമെന്ന് പൊതുവെ പ്രതീക്ഷിച്ചെങ്കിലും NSS സർക്കാരിന് പിന്തുണയുമായി രംഗത്ത് വന്നത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ മാത്രമാണ് സർക്കാരിനോട് ശരിദൂരമുള്ളതെന്നും മറ്റെല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും സമദൂരം തന്നെയാണ് തുടരുന്നതെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും NSSനുണ്ടായ മനംമാറ്റം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിന്റെ പേരിൽ നടന്ന നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തതിൽ ബഹുഭൂരിപക്ഷം പേരും നായർ സമുദായ അംഗങ്ങളാണ്. ഇതിന്റെ പേരിൽ ഒറ്റപ്പെട്ട ചില കോണുകളിൽ നിന്നും NSS നേതൃത്വത്തിനെതിരെ ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇത്തരം പ്രതിഷേധക്കാരെ ഒരു കാരണവശാലും പിന്തുണയ്ക്കരുതെന്ന് കോൺഗ്രസ് നേതൃത്വം താഴെത്തട്ടിലേക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. NSS നേതൃത്വത്തിനുണ്ടായി പരിഭവം ഇല്ലാതാക്കുന്നതിനു വേണ്ടി കൂടിയായിരുന്നു ഈ നിർദ്ദേശം. വിജയ് മല്യ സ്വർണം സമ്മാനിച്ച 1998-99 കാലഘട്ടത്തിൽ ഇടതു സർക്കാരായിരുന്നു ഭരണം. പിന്നീട് വിവാദമുണ്ടായ 2019 ഇപ്പോഴും ഇടത് സർക്കാരാണ് ഭരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയുള്ള പ്രചാരണമായിരിക്കും കോൺഗ്രസ് നടത്തുക.